പി ടിയെ സ്നേഹിക്കുന്നവർ തന്നെയായിരിക്കും. പി ടി ഒരു അപകടത്തിൽ പെടണ്ട എന്നുള്ള രീതിയിൽ പി ടിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ട. നമ്മൾക്കറിയാം, അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, പി ടിയുടെ 4 നമ്മളുടെ കാറ് സർവീസ് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ദിവസം വണ്ടി ഓടിയതാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം ബൈപ്പാസിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു യാത്രക്കാരൻ ബസ് കാത്തു നിന്നയാളാണ് പെട്ടെന്ന് കൊടനിവർത്തി നീട്ടി കാണിച്ച് കാറ് പൊളയുന്നുണ്ടെന്ന് അറിയിക്കുകയും നോക്കിക്കഴിഞ്ഞപ്പോൾ 4 ബോൾട്ടും ഇളകിയിരിക്കുകയായിരുന്നു, 4 ടയറിൻ്റെയും. അപ്പോൾ അപായപ്പെടുത്താനുള്ള നീക്കമെന്ന ആശങ്ക അന്ന് വീട്ടിൽ പങ്കുവച്ചിരുന്നല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിച്ചിരുന്നത്. അതായിരിക്കാം എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഉറപ്പാവാത്ത കാര്യങ്ങളൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല. മേ ബി അങ്ങനെ ആവാം. എന്തെന്ന് വെച്ചാൽ സർവീസ് കഴിഞ്ഞ ഒരു വണ്ടി ഒരിക്കലും അങ്ങനെ വരില്ല. അത് ഡബിൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ടൊയോട്ടയിലെ ആളുകൾ എല്ലാവരും, ഓഫീസേഴ്സ് ഉൾപ്പെടെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും അവർക്കവിടെ എല്ലാ രീതിയിലും ചെക്കിംഗ് ഒക്കെ നടന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള സൈനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരെ പോയി ചോദ്യം ചെയ്യാനും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല എന്ന് ഏകദേശം അറിയുകയൊക്കെ ഉണ്ടായി.